ഇഷ്ടത്തിൽ ജീവിക്കുന്നോള്, സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നോള്, ഞാൻ അവിടെ ലക്ഷറി ലൈഫിൽ മുമ്പോട്ട് പോകുന്നോള്, 40 ആളത്തെ കിടക്കുന്നോള്, ഇങ്ങനെയൊക്കെയാണ് അവിടെ എനിക്കുള്ള പേര്. നമുക്ക് വേറെ കെട്ടണം, നമുക്ക് നിന്നെ നോക്കിട്ട് ഇരുന്നാ പറ്റൂല എന്ന് ചങ്ങായിമാർ എന്നെ കളിയാക്കുന്നു. ഞങ്ങൾക്ക് തണുപ്പത്ത് കൂടെ കിടക്കാൻ ഞങ്ങളെ കെട്ടിയവന്മാരുണ്ട്, എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് ചങ്ങായിമാർ എന്നെ കളിയാക്കുന്നു. എനിക്ക് ചങ്ങായിമാർക്ക് മുമ്പിൽ തല ഉയർത്തി നടക്കണം. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ചങ്ങായിമാർക്ക് 2-3 കുട്ടികളായി, എനിക്കാണെങ്കിൽ ഒന്നും. എന്റെ ചങ്ങായിമാരെന്നെ കളിയാക്കാണ്. എപ്പോഴും കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ടിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കാശ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് സ്വർണം വാങ്ങിച്ചിട്ട് മഞ്ചേശ്വരത്ത് ഒരു ആരോ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. നിങ്ങൾ വ്യാപകമായി, അതായത് പരിചയമുള്ള എല്ലാവരോടും കാശ് വാങ്ങിച്ചിട്ടുണ്ട്, ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവം? അങ്ങനെയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പലരോടും ഒരാളെ ബാക്കിയാക്കാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഉപ്പളയിലുള്ളത് എന്റെ ഒരു ഫ്രണ്ടാണ്, വീടറിയാനായിട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. പലരോടും ഉള്ളത് പച്ചക്കള്ളാണ്. ഇപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാര് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു. എന്നെ പറ്റിയിട്ട് ഒരു കാര്യം പോലും എന്നെ പറ്റിയിട്ട് നല്ലത് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതാണോ ശരി, അവര് പറയുന്നതാണോ ശരി, നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉള്ള കാര്യമായിരിക്കും. പലതും ഞാൻ തെളിവായിട്ട് നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ അപ്പുറം എനിക്ക് പറയാനായിട്ട് ഈ സാമ്പത്തിക ആരോപണം അങ്ങനെ ഉണ്ടായിട്ടില്ല തന്നെ പറയുന്നത്. അത്ര കൂടുതൽ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അയാസ്റ്റ കുട്ടി ഉണ്ടായതിനു ശേഷം ചങ്ങായിമാർക്ക് കറങ്ങലും നടക്കലും ഇരിക്കലും കടുപ്പുറത്ത് പോയി ഇരിക്കലും ഇങ്ങനെ കുറച്ചു കാലത്തോളം അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞിന് വയ്യാണ്ടാവുമ്പോ ഉപ്പാനും ഉമ്മാനും ആങ്ങളിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നിന്നോണ്ട്. എനിക്കൊരു ജോലിയില്ല. ഉപ്പാനും ഉമ്മാനും എന്തിനും അനിയനോട് അത് കുറച്ച് പൈസ വേണം, കുഞ്ഞിന് വയ്യ, ഉപ്പാനോട് അപ്പൊ പോലും പല കാരണം കൊണ്ട് ഉപ്പാനും ഉമ്മാനും കാല് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിച്ച് അയച്ചു കൊടുത്തിട്ടും എന്റെ ഉപ്പാനും ഉമ്മാനും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അവര് പറഞ്ഞു 1 രൂപ പോലും തരാണ്ട് എന്റെ ഉപ്പയും ഉമ്മയും പോയിട്ട് അവരുടെ കാല് പിടിച്ചിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അതിലൊരു സത്യമില്ല. ഞാൻ എവിടെ നമുക്ക് വേണേലും അത് ഞാൻ സത്യം ചെയ്യാം. നിങ്ങളെ ഉപ്പ പോയിട്ട് പറഞ്ഞിരുന്നു, കാരണം നീ കാരണമാണ് ഇവരുടെ നിങ്ങളെ പഴയ വീട് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നീ തന്നെ തത്വനിച്ച് റീകവർ ചെയ്യണമെന്നുള്ളത്. ഒരിക്കലും എന്റെ ഉപ്പ നല്ല മോനെ നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ഉപ്പ അയാസ്ഥാനം വിളിച്ചിട്ടുണ്ടാവും. ഇതേപോലെ എന്റെ ആങ്ങളെ പോലെ സ്വന്തം മോനായിട്ട് എന്റെ അയാസ്ഥാനം കണ്ടിട്ടുള്ളൂ. ആ ഒരു രീതിയിലെ ഉപ്പ കൊണ്ട് നടന്നിട്ടുള്ളൂ എല്ലാവർക്കും മുമ്പിലും. ഞങ്ങള് 3 മക്കളാ, ഒരാണ് 2 പെണ്ണും. മൂത്ത മരുമോനേക്കാളും പ്രയോറിറ്റി എന്റെ ഉപ്പ എന്റെ അയാസ്റ്റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ കല്യാണം കഴിച്ചു വിട്ടത് അയാസ്റ്റ ഡയറക്റ്റ് എന്റെ ഉപ്പാനോടും ഉമ്മാനോടും കല്യാണം ആലോചിച്ചിട്ട് വന്നതാണ്. പോരാത്തതിന് കല്യാണ സമയത്ത് 18 പവനും 2 ലക്ഷം പൈസയും കൊടുത്തിട്ടാണ് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തത്. വെറും കൈയോടെ ഒരിക്കലും എന്റെ ഉപ്പ എന്നെ ആ വീട്ടിലേക്ക് വിട്ടിട്ടില്ല. 18 പവനും കൊടുത്തിട്ടുണ്ട്, 2 ലക്ഷം പൈസയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രഗ്നന്റ് ആയതിനു ശേഷം 9 മാസം കുട്ടിക്ക് കൊണ്ടുപോകുന്ന ആ ചടങ്ങിനുള്ള സ്വർണവും കുട്ടിക്കുള്ളതും ഒക്കെ ഒരു കുറവ്. ഞാൻ അവിടെ ആണെങ്കിൽ പോലും എപ്പോ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിലും എന്റെ ഉപ്പാന്റെ കൈ നിറയെ സാധനം ഉണ്ടാവും. കറിക്ക് മീനടക്കം എന്റെ ഉപ്പ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തിന്ന കണക്ക് പറയല്ല. പക്ഷെ ഇവർ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ്. അയാസ് മരിക്കുന്ന ദിവസം, അതായത് അദ്ദേഹം മരണം തെരഞ്ഞെടുക്കുന്ന ദിവസം നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് 11:15 വരെ, അതായത് അവിടുത്തെ 11:15 11:20 വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ ഫോണില് പിന്നെ ബ്ലോക്ക് മാറ്റി അങ്ങനെ മെസ്സേജ് ഇട്ടത് എന്താണ്? ഉമ്മാന്റെ ഫോണും അവരുടെ ഉമ്മാന്റെ ഫോണും പെങ്ങളുടെ ഫോണൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാ അയാസ്റ്റ് ഇങ്ങനെ ഓരോ സമയത്ത് ദേഷ്യം വരുമ്പോ ഓരോന്ന് പറയുമ്പോ ഞാൻ ഉമ്മാനെ വിളിച്ചു പറയും. ഉമ്മ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സമാധാനപ്പെടും, സബൂരെടുത്ത് നിന്റെ മാപ്പിളയല്ലേ, നീ ഒന്ന് സമാധാനപ്പെടും, നീ ഒന്ന് സബൂരാക്ക്, എന്തുമില്ലെങ്കിലും നിന്നെ ഇഷ്ടമാണല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ അവരായിട്ടുള്ള ഞാൻ കോണ്ടാക്ട് ഞാൻ നിർത്തി.
അവരുടെ ഉമ്മയായിട്ടും പെങ്ങളെ അവരുടെ ഫാമിലിയിലുള്ള ഒരാളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. കാരണം ആർക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ തന്നിഷ്ടത്തിൽ ജീവിക്കുന്നോള്, സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നോള്, ഞാൻ അവിടെ ലക്ഷറി ലൈഫിൽ മുമ്പോട്ട് പോകുന്നോള്, 40 ആളത്തെ കിടക്കുന്നോള്, ഇങ്ങനെയൊക്കെയാണ് അവിടെ എനിക്കുള്ള പേര്. പിന്നെ അങ്ങനെ ഒരു ഫാമിലിയായിട്ട് ബന്ധം വെക്കേണ്ട കാര്യം എന്തായാലും നോർമലായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അയാസ്റ്റ് വിളിക്കുന്നു, ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അയാസ്റ്റ് എനിക്ക് തീരെ വയ്യ, ഞാൻ കിടക്കാണ്. അന്ന് ഞാൻ അബുദാബി പോയി വന്നതാ. അബുദാബിയില് എനിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, ദുബായ്, അബുദാബി. അപ്പൊ അബുദാബി ബ്രാഞ്ചിൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ടാണ് അന്ന് രാത്രിയാണ് എനിക്ക് അയാസ്റ്റ് ഇങ്ങനെ ദുരിതാന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ നല്ല ക്ഷീണമുണ്ട്, പോരാതിന് എനിക്ക് മൂക്കുന്ന ബ്ലഡും വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് മൂക്കുന്ന ബ്ലഡ് വരുന്ന ഫോട്ടോ ഞാൻ അയാസ്റ്റൊക്കെ അയച്ചു കൊടുത്തിരുന്നു വൺ ടൈം ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കിടന്നുറങ്ങിക്കോ, നാളെ വിളിക്കാം. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞതാ കുഞ്ഞിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ട്രാവൽസിന് കൊടുത്തിട്ടുണ്ട്, നാളെ പ്രൊസീഡ് ചെയ്യും പാസ്പോർട്ടിന്. കുഞ്ഞിന് പാസ്പോർട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് കുഞ്ഞിന് അങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 24-ാം തീയതി ഞാൻ വരുന്നുണ്ട്, നമുക്ക് വന്നിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് തിരിച്ച് ഒന്നിച്ച് ഇങ്ങോട്ട് പോരാം. ആ ഒരു വർത്താനം ഞാൻ അവിടെ പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോ അയാസ്, ഉറങ്ങിക്കോ, നേരെ ഉറങ്ങിക്കോ, രാവിലെ വിളിക്കാം, ഒന്നുമില്ല, ഞാൻ നേരെ ഉണ്ട്, ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾ എത്ര അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വഴക്ക് പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ തലാക്ക് പറഞ്ഞതിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ 3 തലാക്കും ചെല്ലിയതിനു ശേഷം? അതെ, തലാക്ക് ചെല്ലിയിട്ട് പിറ്റേ ദിവസം തന്നെ 12-ാം തീയതി രാത്രി എന്റെ വീട്ടിലേക്ക് വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ച് എനിക്ക് നിന്നെ വേണ്ട, മര്യാദയ്ക്ക് നിന്റെ ഉപ്പാനോട് തലാക്കിന്റെ കടലാസ് വാങ്ങാൻ പറയും, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ ചങ്ങായിമാരുടെ മുമ്പിൽ തല ഉയർത്തിട്ട് നടക്കണം, തൊട്ടതിലും പിടിച്ചിട്ടിലൊക്കെ ചങ്ങായിമാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം, ചങ്ങായിമാരെ എനിക്ക് പെണ്ണാക്കി തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എനിക്ക് നിന്നെ വേണ്ട. എന്നിട്ട് എന്റെ ഉപ്പാനോട് തലാക്കിന്റെ കടലാസ് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ആ ഫോട്ടോ എനിക്ക് അയച്ച് തന്നിട്ട് ഉപ്പാന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് പോയി, നിങ്ങളെ മോളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. 13-ാം തീയതി രാവിലെ എന്നെ നോർമലായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്താക്ക എണീറ്റ, ഓഫീസിൽ പോയോ, റെഡി, കിട്ടുന്നില്ല എന്നുള്ളതിന്റെ സംഭവം. വാട്സപ്പ് കോൾ ചെയ്താൽ എങ്ങനെ കിട്ടും? കിട്ടൂല. ഫോട്ടോ എടുക്കാൻ പറഞ്ഞു, അത് എടുക്കുന്നില്ല. തവസൽ ആപ്പ് എടുക്കാൻ പറഞ്ഞ ഇടക്ക് വിളിച്ചോണ്ടാണ്, അതിലും നെറ്റ് ക്ലിയർ അല്ല, അവരുടെ വീട്ടിൽ ശരിക്കും നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ പോലും ചാറ്റിങ്ങിലൂടെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണെങ്കിലും വഴക്കിടാനാണെങ്കിലും ഞങ്ങൾ വാട്സപ്പിലൂടെ ഞങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും കുറ്റം മാത്രം എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ, നീ പൈസ ഉണ്ടാക്കുന്നത് മറ്റേ രീതിയിലല്ലേ, നീ അങ്ങനെയുള്ള സ്ഥലത്തല്ലേ താമസം, നിന്റെ ലൈഫ് ലക്ഷറി ലൈഫല്ലേ, അവര് കാണുന്നുണ്ടോ? ഒരു നേരം തിന്നു, കുടിച്ചാ കുടിച്ചു, അതാണ് എന്റെ ലൈഫ്. അത് എന്റെ ഉമ്മാനോട് ചോദിച്ചാൽ അറിയും, ഉമ്മാനോട് ചോദിച്ചാൽ അറിയും നിങ്ങൾക്ക് എത്ര ദിവസത്തിൽ ഒരിക്കലും ഞാൻ മര്യാദക്കൊന്നും ഫുഡ് കഴിക്കുന്നതും അവിടെ. ഒന്നും ഞാൻ ഉണ്ടാക്കാൻ പോലും, എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുമ്പോ അയാൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വരാം. നിനക്ക് അതിനൊക്കെ സമയമുണ്ട്, എനിക്ക് എന്നെ വിളിക്കാൻ സമയമുണ്ട്. അത് പറയുമ്പോ തന്നെ പോയില്ലേ, വിശപ്പും കെട്ടും ദാഹവും കെട്ടും എല്ലാം കെട്ടും. അങ്ങനെ പോയിട്ട് തന്നെ എത്രയോ പട്ടിണി കിടന്നിട്ടുണ്ട് ഞാൻ. കൊറേ ഞാൻ അനുഭവിച്ചതാ, എന്നിട്ടും ഞാൻ വേണ്ടാന്ന് വെക്കാത്തത്. 700 ഒരു ബെഡ് സ്പേസ്, 750 ദിർഹംസിന്റെ ബെഡ് സ്പേസിലാണ് ഞാൻ എന്റെ ലൈഫ്, ലക്ഷറി ലൈഫ്. 750 ദിർഹംസിന്റെ ബെഡ് സ്പേസിലാണ് ലക്ഷറി ലൈഫ്. അവര് പറഞ്ഞ ലക്ഷറി ലൈഫ് 750 ബെഡ് സ്പേസ്, അതാണ് ലക്ഷറി ലൈഫ്. ഇതിനിടയിൽ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് കാണാതെ തിരിച്ചു പോയത് എന്തിനാണ്? ഞാൻ വന്നത് വിസ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. ദുബായ് ടു മുംബൈ ടു കൊച്ചി കണക്ട് ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് കാലിക്കറ്റിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്, കൊണ്ടോട്ടിയിൽ ഒരു ഓഫീസ്, ഇൻഷുറൻസ് ഡാഡിയുടെ ഒരു ഓഫീസുണ്ട്. എനിക്ക് അവിടെ പോയിട്ട് 2 എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിക്ക് ഡയറക്റ്റ് കാലിക്കറ്റിലോട്ട് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തിട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ കാലിക്കറ്റിലോട്ട് വന്ന് അവിടുത്തെ ഓഫീസിൽ പോയി സൈൻ ചെയ്തു, ഡോക്യുമെന്റ്സ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. എംപ്ലോയ്മെന്റ് വിസ അയച്ചു. എനിക്ക് 2-3 ദിവസം ഞാൻ ഉണ്ടായിട്ടുള്ളൂ.
ഒരു ദിവസം പോകുന്നതിന് ഒരു ദിവസം മുമ്പാണ് രാവിലെ ഒരു 10 മണിക്ക് എന്റെ വീട്ടിലോട്ട് ഞാൻ വന്ന് കയറി. ഇവിടെ ആരും ഇല്ല, ഉമ്മ ഹോസ്പിറ്റലിൽ പോയേക്കാം, ഉപ്പ കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിയുണ്ട്, അന്ന് പോയിട്ടില്ല സ്കൂളിൽ. ഉപ്പയും കുട്ടി മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണമെന്ന് തോന്നി ഞാൻ വന്നു, എന്റെ കുട്ടീനെ കണ്ടു. അപ്പോഴത്തേക്ക് ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. ഉമ്മക്ക് എന്നെ കണ്ടതിൽ ഉമ്മക്ക് ആകെ ഒരു ഷോക്ക് പോലെയായി. ഞാൻ പറഞ്ഞു, ഉമ്മ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു തുള്ളി വെള്ളം പോലെ എനിക്ക് വേണ്ട, ഞാൻ എന്റെ കുഞ്ഞിനെ കാണാനാവുന്നു. കുഞ്ഞിനെ കണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കുഞ്ഞിന്റെ അടുത്ത് ഇരുന്നു. 12 മണിയാവുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു ഞാൻ കോഴിക്കോട്ടേക്ക് ഞാൻ പോയി. ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ഒരാളെ പോലും. പിന്നെ അയാസ്റ്റാനോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാരണം, നീ ഇനി നാട്ടിലേക്ക് വന്ന നിന്റെ പാസ്പോർട്ട് എടുത്ത് കത്തിക്കും, നിന്നെ ഞാൻ ജീവനോടെ വെക്കില്ല. ഇങ്ങനെയൊക്കെ അയാസ്റ്റ പാസ്പോർട്ട് കത്തിക്കുന്ന ഒരു വട്ടല്ല പല വട്ടം എന്നോട് പറഞ്ഞു. ആ ഒരു പേടിക്ക് ഞാൻ ഒരാളോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ വന്നത് ഒരാള് പോലും അറിഞ്ഞിട്ടില്ല. അവനും കോഴിക്കോടാണുള്ളത്, എന്റെ ആങ്ങള, അവനും വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. ഉമ്മ പറഞ്ഞതിന് ശേഷമാണ് ഇവൻ അറിയുന്നത് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം ഉച്ചക്കത്തെ ഫ്ലൈറ്റിൽ ഞാൻ തിരിച്ചു പോയി ദുബായിലോട്ട്. അതിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് എന്നെ വന്ന് കണ്ടു, നീ എന്ത് പണിയായി കാണിച്ചു. ഞാൻ പറഞ്ഞ 2 ദിവസത്തേക്കാണ് വന്നത്. അത് എന്റെ പണി കഴിഞ്ഞു. ഞാൻ ഇവന് ടിക്കറ്റും വിസയും കാര്യങ്ങളും ഒക്കെ ഇവൻ അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് ദുബായിലോട്ട് പോയത്. അല്ലാണ്ട് ഞാൻ ഒരാഴ്ച ദുബായ് ഇവന്റെ ഒപ്പരം 5 ദിവസം ഞാൻ ഇവന്റെ റൂമിൽ നിന്നിട്ടില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്നിട്ടില്ല, ഞാൻ കൊച്ചിയിൽ നിന്നിട്ടില്ല, ഞാൻ എവിടെ നിന്നിട്ടില്ല. 3 ദിവസം. അതിലപ്പുറം ഞാൻ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല.